ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ജനുവരി 20 ബുധനാഴ്ച. പ്രധാന വാർത്തകൾ. കേന്ദ്ര വിദേശ പാർലമെന്റുകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ UAE ഔദ്യോഗിക സന്ദർശനത്തിന് തുടക്കമായി. UAE സഹിഷ്ണുത സഹവർത്തിത്വ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ UAEയിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തി. അബുദാബി ഇന്ത്യൻ എംബസിയിൽ പ്രധാന പ്രവാസി സംഘടനാ നേതാക്കളുമായി മന്ത്രി സംസാരിച്ചു. അതേസമയം രാജ്യത്തെ ഇന്ത്യൻ തൊഴിലാളികൾക്ക് നൈപുണ്യ പരിശീലനം നൽകുന്നതിനായി ഇന്ത്യൻ കോൺസുലേറ്റ് ആരംഭിക്കുന്ന പുതിയ കേന്ദ്രം വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. മറ്റന്നാൾ ഡൽഹിയിലേക്ക് മടങ്ങുന്നതിന് മുൻപായി ദുരിതത്തിലാകുന്ന ഇന്ത്യൻ പ്രവാസികളെ സഹായിക്കുന്നതിനായി തയ്യാറാക്കിയ PBSK ആപ്പ് മന്ത്രി പുറത്തിറക്കും. 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് ക്വാറന്റൈൻ ഇല്ലാതെ ഖത്തറിലേക്ക് വരാനും പോകാനും കഴിയുമെന്ന് ഹമദ് ജനറൽ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ യൂസഫ് അൽ മസ്ലാമണി ഖത്തർ TVയോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് സ്ട്രാറ്റജിക് കമ്മിറ്റിയിൽ നിന്ന് ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വാക്സിന്റെ 2ാമത്തെ ഡോസ് സ്വീകരിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം വൈറസിനെതിരായ പ്രതിരോധം കൈവരിച്ചു തുടങ്ങും. അതിനർത്ഥം വാക്സിൻ സ്വീകരിച്ചാൽ കോവിഡ് പരത്തില്ല എന്നാണ്. വാക്സിനേഷന്റെ ആത്യന്തിക ലക്ഷ്യം ഇതാണ്. അതേസമയം കൂടുതൽ വാക്സിൻ നിർമ്മാതാക്കളുമായി രാജ്യം കരാറായിട്ടുണ്ടെന്നും അതിനാൽ ആവശ്യമായ അളവിൽ വാക്സിനുകൾ 2021 ഖത്തറിലെത്തുമെന്നും അത് എല്ലാ ജനങ്ങൾക്കും മതിയാവുമെന്നാണ് അൽ മസ്ലാമണി പറഞ്ഞു. വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്തിരുന്ന വിദേശ വനിത സ്പോൺസറുടെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. കുവൈറ്റിലെ അൽ ഉയൂനിലായിരുന്നു സംഭവം. 53 വയസ്സുകാരിയാണ് മരിച്ചത്. ആത്മഹത്യ ചെയ്യാനുള്ള എന്തെങ്കിലും കാരണമുള്ളതായി അറിയില്ലെന്നാണ് സ്പോൺസർ പോലീസിന് നൽകിയ മൊഴിയിലുള്ളത്. നാട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നതിനാൽ താൻ അനുമതി നൽകിയിരുന്നുവെന്നും അവർ പറഞ്ഞു. തൈമ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജോലി ചെയ്ത കമ്പനിയിൽ നിന്നും തട്ടിയെടുത്ത പണം ഉൾപ്പെടെ 24,500 ദിർഹം തിരികെ നൽകണമെന്ന് എഞ്ചിനീയറുടെ റാസൽ കൈമ സിവിൽ കോടതി. ഒരു കൺസൾട്ടൻസി സ്ഥാപനമാണ് ജീവനക്കാരനെതിരായ പരാതിയുമായി റാസൽ കൈമ പോലീസിനെ സമീപിച്ചതെന്ന് കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. 21,000 ദിർഹത്തിന്റെ തിരിമറി നടത്തിയെന്ന പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങി. ഈ പണം കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയെന്ന് സമ്മതിച്ച പ്രതി താൻ അത് കമ്പനിയിലെ തന്നെ ഒരു ഡ്രോയിൽ സൂക്ഷിച്ചുവെന്നും ആരാണ് മോഷ്ടിച്ചതെന്ന് അറിയില്ലെന്നും വാദിച്ചു. അന്വേഷണത്തിന് ശേഷം കേസ് കോടതിയിലെത്തി. നഷ്ടമായ പണവും 3,000 ദിർഹം പിഴയും കോടതി ചെലവും അഭിഭാഷകന്റെ ഫീസും നൽകണമെന്നായിരുന്നു വിധി. വിധിക്കെതിരെ ആദ്യം വിചാരണ കോടതിയിലും പിന്നീട് പരമോന്നത കോടതിയിലും അപ്പീൽ നൽകിയെങ്കിലും 2 കോടതികളും ഇവ തള്ളുകയായിരുന്നു. കേസ് പിന്നീട് റാസൽ കൈമ സിവിൽ കോടതിയിലെത്തി. തട്ടിയെടുത്ത പണത്തിന് പുറമെ സാമ്പത്തിക നഷ്ടത്തിന് പകരമായി 1000 ദിർഹവും സ്ഥാപനത്തിന്റെ സൽപ്പേരിനുണ്ടായ കളങ്കത്തിന് പകരമായി 500 ദിർഹവും നൽകണമെന്ന് സിവിൽ കോടതിയും വിധി. ദോഹയിൽ ഇന്നു രാത്രി മുതൽ വെള്ളിയാഴ്ച വരെ കനത്ത കാറ്റിന് സാധ്യത. വടക്കു പടിഞ്ഞാറൻ കാറ്റ് മണിക്കൂറിൽ 15 മുതൽ 25 നോട്ടിക് മൈലും ചിലയിടങ്ങളിൽ 35 നോട്ടിക് മൈലും വരെ വേഗത്തിൽ വീശാൻ സാധ്യതയുണ്ട്. കാറ്റും പൊടിയും കനക്കുന്നതിനാൽ ദൂരക്കാഴ്ച 2 കിലോമീറ്റർ താഴെയെത്തും. തിരമാല 7 മുതൽ 11 അടി വരെ ഉയരത്തിലും ചില സ്ഥലങ്ങളിൽ 14 അടി ഉയരത്തിലും എത്തും. കടലിൽ പോകുന്നവർക്കുള്ള മുന്നറിയിപ്പ് നിർദ്ദേശം ശനിയാഴ്ച വരെ തുടരും. ഈ വാരാന്ത്യത്തിൽ താപനിലയിലും ഗണ്യമായ കുറവ് വരും. കൂടിയ താപനില 18നും 24 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ, കുറഞ്ഞ താപനില 8നും 16നും ഇടയിലുമാകും. വടക്കൻ മേഖലയിലും ഉൾപ്രദേശങ്ങളിലും താപനിലയിൽ വലിയ കുറവുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാവിലെ കനത്ത മൂടൽമഞ്ഞും അനുഭവപ്പെട്ടിരുന്നു. കാറ്റ് കനക്കുന്നതിനാൽ പൊതുജനങ്ങൾ കടലിൽ നീന്തുന്നത് ഉൾപ്പെടെയുള്ള ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ടാക്സിക്കുള്ളിൽ നിരീക്ഷണ ക്യാമറകൾ വെക്കുന്നു. ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ 1300 ടാക്സികളിലും ഈ വർഷം ക്യാമറകൾ ഘടിപ്പിക്കാനാണ് പദ്ധതി. ഷാർജ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് 200 ടാക്സികൾ സർവീസ് നടത്തുന്നുണ്ട്. 20 വനിതാ ടാക്സികളും കുടുംബങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള 120 വാഹനങ്ങൾ എന്നിവയ്ക്ക് പുറമെ 10 ആഡംബര ടാക്സികളും നിശ്ചയദാർഢ്യ വിഭാഗക്കാർക്കുള്ള വാഹനങ്ങളും ഉണ്ട്. കോവിഡ് സാഹചര്യത്തിൽ വാഹനങ്ങൾ അണുവിമുക്തമാക്കുന്ന യജ്ഞം തുടരുകയാണ്. കനത്ത മൂടൽമഞ്ഞിൽ കാഴ്ച മറഞ്ഞ് 19 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ തൃശൂർ ചെറുചേനം വടക്കേപ്പറമ്പിൽ നൌഷാദ് മരിച്ചു.
പരിക്കേറ്റ 8 പേരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. അബുദാബി സെക്യൂരിറ്റി കമ്പനിയിൽ ഡ്രൈവറായ നൌഷാദ് ബസ്സിൽ ജീവനക്കാരുമായി ജോലി സ്ഥലത്തേക്ക് പോകവേ അൽ മൊഫറക്കിലായിരുന്നു അപകടം. കനത്ത മഞ്ഞിൽ നൌഷാദ് ഓടിച്ച ബസ് മറ്റൊരു വാഹനവുമായി ഇടിച്ചു. ബസ് നിർത്തി പുറത്തിറങ്ങി നോക്കുന്നതിനിടെ പിന്നിൽ നിന്ന് വന്ന വാഹനം ഇടിക്കുകയായിരുന്നു. 2 വാഹനങ്ങൾക്കിടയിൽപ്പെട്ട നൌഷാദ് തൽക്ഷണം മരിക്കുകയും ചെയ്തു. വാഹനങ്ങൾ തമ്മിൽ മതിയായ അകലം പാലിക്കാത്തതാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഭാര്യ നസീബ, മക്കൾ നാഷിമ, നാഷിദ, നൌഫീദ് എന്നിവരാണ്. ഗുരുതരമായി പരിക്കേറ്റവരെ ഷെയ്ഖ് ഷക്ബൂത്ത് മെഡിക്കൽ സിറ്റിയിലും അല്ലാത്തവരെ ഷെയ്ഖ് ഖലീഫ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ബസ്, കാറ്, ട്രക്ക് എന്നീ വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. രാവിലെ ജോലിക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. UAE-യിൽ ഏതാനും ദിവസമായി തുടരുന്ന മഞ്ഞ് ഇന്നലെ ശക്തമായിരുന്നു. ദുബൈയിൽ ഇന്നലെ 3 മണിക്കൂറിനിടെ 22 ചെറിയ വാഹന അപകടങ്ങളുണ്ടായതായി ദുബായ് പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. UAE-ക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ നൽകിയ കേസ് ഖത്തർ അവസാനിപ്പിച്ചു. ഖത്തറിനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുവാനായി UAE ശ്രമിക്കുന്നുവെന്നാരോപിച്ച് നൽകിയ കേസാണ് ഗൾഫ് പ്രതിസന്ധി അവസാനിച്ച പശ്ചാത്തലത്തിൽ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. കേസ് അവസാനിപ്പിക്കുന്നതായി അറിയിച്ചുകൊണ്ടുള്ള രേഖ ഖത്തർ ചൊവ്വാഴ്ച WTO-യിൽ സമർപ്പിച്ചു. സൗദി അറേബ്യ, ഈജിപ്റ്റ്, ബഹ്റിൻ എന്നിവർക്കൊപ്പം UAE-യും 2017 മുതൽ ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ജനുവരി 5-നാണ് അറബ് രാജ്യങ്ങൾ ഖത്തറിനെതിരായ ഉപരോധം പിൻവലിച്ചത്. കൊല്ലം വടക്കേവിള കോളേജ് നഗർ ആഷ്നേഡിൽ സലിം റാവുത്തർ ജിദ്ദയിൽ കോവിഡ് ബാധിച്ച് മരിച്ചു. അബൂദാബൂദ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഭാര്യ അഫീറ സലിം, മക്കൾ ഷബ്ന റാണി, ഷഹന റാണി, മരുമക്കൾ നിസാം, ഷമീർ. ഖബറടക്കം ജിദ്ദയിൽ നടക്കുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ സായാഹ്ന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.